ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാറുണ്ടോ? ഇതിനെന്താ വില? ഡിസ്കൗണ്ട് ഉണ്ടോ? ഇതിൻ്റെ വേറെ കളറുണ്ടോ? ഇത് ഒന്ന് ഇട്ട് നോക്കാൻ പറ്റുമോ? എന്നിങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നോക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഷോപ്പിംഗ് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചു ഇംഗ്ലീഷ് സെൻറ്റൻസസ്, അതിൻ്റെ മലയാള അർത്ഥവും അതാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിത ശിവറാം. എല്ലാവർക്കും അജിത സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. പോകാം ക്ലാസ്സിലേക്ക്. ഇത് വെറും ഒരു ഷോപ്പിംഗ് കൺവെർസേഷൻ മാത്രമല്ല, ഇതിൽ കുറേ പാറ്റേൺസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള കുറേ സെൻറ്റൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഷോപ്പിങ്ങിനായിട്ട് പോകുകയാണ് കേട്ടോ. നിങ്ങളൊരു ഷോപ്പിലെത്തി. അപ്പോൾ ഷോപ്പ് അസിസ്റ്റൻറ്റ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഗുഡ് മോർണിംഗ്, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? കെൻ ഐ ഹെൽപ്പ് യു? ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയുക? നിങ്ങൾ ആദ്യം തന്നെ അവരെ വിഷ് ചെയ്യും അല്ലേ? നമ്മളെ വിഷ് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളും അങ്ങോട്ട് വിഷ് ചെയ്യണ്ടേ? അപ്പോൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. തിരിച്ച് നമുക്ക് പറയാം ഗുഡ് മോർണിംഗ്. ഞാനൊരു ഡ്രസ്സ് നോക്കുകയാണ്, അതായത് ഞാനൊരു ഡ്രസ്സ് നോക്കാനാണ് വന്നത്. ഞാനൊരു ഡ്രസ്സ് നോക്കുകയാണ്, അല്ലെങ്കിൽ അന്വേഷിക്കുകയാണ്, തിരയുകയാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഐ ആം ലുക്കിംഗ് ഫോർ എന്ന് പറയാം. യെസ്, ഐ ആം ലുക്കിംഗ് ഫോർ എ ഡ്രസ്സ്. അത് നിങ്ങൾക്ക് സഹായിക്കാം. ഞാനൊരു ഡ്രസ്സ് അന്വേഷിക്കുകയാണ്. എന്താ പറയുന്നത്? ഞാനൊരു ഡ്രസ്സ് അന്വേഷിക്കുകയാണ്. ഇവിടെ അന്വേഷിക്കുകയാണ് എന്ന് പറയുന്നതിന് നമ്മൾ എന്താ പറഞ്ഞത്? ഐ ആം ലുക്കിംഗ് ഫോർ. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് കുറേ സെൻറ്റൻസസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്. ഞാനൊരു ജോബിന് വേണ്ടി അന്വേഷിക്കുകയാണ്, അങ്ങനെ പറയാം നമുക്ക്. നിങ്ങളുടെ താക്കോൽ കാണുന്നില്ല, നിങ്ങൾ തിരയുകയാണ്. ഇത് പറയാനായിട്ട് ഐ ആം ലുക്കിംഗ് ഫോർ മൈ കീ. താക്കോൽ അന്വേഷിക്കുകയാണെന്ന് പറയാനും നമുക്ക് ഐ ആം ലുക്കിംഗ് ഫോർ മൈ കീ എന്ന് പറയാം. ഇതുപോലെ ലുക്കിംഗ് ഫോർ, ഐ ആം ലുക്കിംഗ് ഫോർ എന്ന് വെച്ചുകൊണ്ട് നമുക്ക് കുറേ സെൻറ്റൻസസ് സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ യെസ്. എന്തെങ്കിലും ഒരു വസ്തു ആവട്ടെ, ഒരു വ്യക്തിയാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലമാവട്ടെ, എന്ത് തന്നെയായാലും ഞാൻ തിരയുകയാണ്, ഞാൻ അന്വേഷിക്കുകയാണ്, ഞാൻ നോക്കുകയാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ഐ ആം ലുക്കിംഗ് ഫോർ എന്നത് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഐ ആം ലുക്കിംഗ് ഫോർ എന്ന് കഴിഞ്ഞതിന് ശേഷം നൗണാണ് നമ്മൾ യൂസ് ചെയ്ത് പറയേണ്ടത് കേട്ടോ. ഐ എം ലുക്കിംഗ് ഫോർ മൈ പെൻ, ഐ എം ലുക്കിംഗ് ഫോർ മൈ മൊബൈൽ. ഇങ്ങനെ നൗണാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം അസിസ്റ്റൻറ്റ് നമ്മളടുത്ത് ചോദിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് അന്വേഷിക്കുന്നത് അല്ലേ? വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ് ആർ യു ലുക്കിംഗ് ഫോർ? നിങ്ങൾ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ്, എങ്ങനെയുള്ള ഡ്രസ്സാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? എനിക്ക് വേണ്ടത് സിമ്പിളായിട്ട് കംഫർട്ടബിളായിട്ടുള്ളൊരു ഡ്രസ്സാണ്. വളരെ സുഖപ്രദമായിട്ട് ഇടാൻ സൗകര്യമുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് എനിക്ക് വേണ്ടത്. ഇതെങ്ങനെ നമുക്ക് പറയാം? ഐ ആം ലുക്കിംഗ് ഫോർ സംതിങ് സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ. എനിക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് വേണ്ടത്. ഞങ്ങൾക്കിവിടെ ധാരാളം ഡിസൈൻസ് ഉണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് ഡിസൈൻസ് ഹിയർ. നിങ്ങൾക്കിതിൽ ഏത് കളറാണ് വേണ്ടത്? വാട്ട് കളർ വുഡ് യു പ്രിഫർ? നിങ്ങൾ ഏത് കളറാണ് ഇതിൽ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം? അതെങ്ങനെയാണ് ചോദിക്കാം? വാട്ട് കളർ വുഡ് യു പ്രിഫർ? എനിക്കിതിൽ നീല കളറാണ് ഇഷ്ടം. നമ്മൾ പറയില്ലേ, എനിക്ക് നീല കളറാണ് ഇഷ്ടം, എനിക്ക് വെള്ള കളറാണ് ഇഷ്ടം എന്നൊക്കെ. എനിക്കിതിൽ നീല കളറാണ് ഇഷ്ടം. ഇതെങ്ങനെ പറയും? ഐ പ്രിഫർ ദ ബ്ലൂ വൺ. ഐ വുഡ് എന്നുള്ളതാണ് നമ്മൾ ഐഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഷോപ്പ് അസിസ്റ്റൻറ്റ് ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിടും അല്ലേ? എന്നിട്ട് ചോദിക്കും, ഇതെങ്ങനെയുണ്ട്? ഇത് ഞങ്ങളുടെ പുതിയതായിട്ട് വന്ന ഐറ്റമാണ് അല്ലേ? ഇത് ഞങ്ങളുടെ പുതിയ ഐറ്റമാണ്, ഇതെങ്ങനെയുണ്ട്? അപ്പോൾ അങ്ങനെ ചോദിക്കും, ഹൗ അബൌട്ട് ദിസ് വൺ എന്നുള്ളത് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്താൽ മതി. ഹൗ അബൌട്ട് ദിസ് വൺ? ഇറ്റ്സ് വൺ ഓഫ് അവർ ന്യൂ അറൈവൽസ്. ഇത് ഞങ്ങളുടെ പുതിയതായിട്ട് വന്നൊരു ഐറ്റമാണ് എന്ന് പറയാനായിട്ട് ഇറ്റ്സ് വൺ ഓഫ് അവർ ന്യൂ അറൈവൽസ് എന്ന് പറയാം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? വൺ ഓഫ് എന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂസ് ചെയ്ത അറൈവൽസ് എന്നാണ് അല്ലേ? വൺ ഓഫ് എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളെപ്പോഴും പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് കുറേ എണ്ണത്തിൽ ഒരെണ്ണം എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ വൺ ഓഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
വൺ ഓഫ് മൈ ടീച്ചേഴ്സ്, എൻ്റെ ടീച്ചർമാരിൽ ഒരാൾ. വൺ ഓഫ് മൈ ഡോക്ടേഴ്സ്, എൻ്റെ ഡോക്ടർമാരിൽ ഒരാൾ. അപ്പോൾ ഇനി തെറ്റിക്കില്ലല്ലോ. വൺ ഓഫ് മൈ ടീച്ചേഴ്സ്, വൺ ഓഫ് മൈ ഡോക്ടേഴ്സ്, വൺ ഓഫ് അവർ ന്യൂ അറൈവൽസ്. ഓക്കെ. അപ്പോൾ ഇവിടെയെല്ലാം നോക്കിയേ, നമ്മൾ എസ് ചേർത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വൺ ഓഫ് മൈ ടീച്ചേഴ്സ്, വൺ ഓഫ് മൈ ഡോക്ടേഴ്സ്, അങ്ങനെ അല്ലേ. അതുപോലെ എസ് ചേർത്തുകൊണ്ട് വേണം നമ്മൾ വൺ ഓഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും പറയാനായിട്ട്. ഓക്കെ. നമ്മൾ വഴിമാറിപ്പോയെന്ന് തോന്നുന്നു അല്ലേ പറഞ്ഞ കാര്യത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. പുതിയ കുറേ ഡിസൈൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെന്താ പറയുക? അപ്പോൾ നിങ്ങൾ എല്ലാ ഡിസൈൻസും ഒന്ന് നോക്കൂ അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ അതിലൊരെണ്ണം നിങ്ങളെ കണ്ണിൽപ്പെടും. ഇത് കൊള്ളാലോ, ഇതെനിക്കിഷ്ടമാണ്, ഇതെനിക്കിഷ്ടമാണ്, ഐ ലൈക്ക് ദിസ്, ഐ ലൈക്ക് ദിസ്. ഇതിൻ്റെ വേറെ കളറിലുണ്ടോ? ഡു യു ഹാവ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് കളർ? ഡു യു ഹാവ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് കളർ? ഇത് വേറെ കളറിലുണ്ടോ ഈ ഡിസൈൻ? ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ വേറെ കളറിലുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്കിങ്ങനെ ചോദിക്കാം. ഡു യു ഹാവ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് കളർ? ഇത് വേറെ കളറിലുണ്ടോ? അപ്പോൾ അസിസ്റ്റൻ്റ് പറയാണ് ഇവിടെ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബ്ലൂ ഒന്ന് കാണിച്ചു തരാമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. ബ്ലൂ കാണിച്ചു തരാമോ? അപ്പോൾ ഇതെങ്ങനെ ചോദിക്കുക? കെൻ ഐ സീ ദ ബ്ലൂ വൺ പ്ലീസ്? കെൻ ഐ സീ ദ ബ്ലൂ വൺ പ്ലീസ്? എനിക്ക് ദയവ് ചെയ്ത ബ്ലൂ ഉള്ളതൊന്ന് കാണിച്ചു തരാമോ? നമ്മൊന്ന് പൊളൈറ്റായിട്ട് ചോദിക്കുകയാണ് കേട്ടോ. കെൻ ഐ സീ ദ ബ്ലൂ വൺ പ്ലീസ്? ബ്ലൂ കളറിലുള്ളത് കാണിച്ചു തരാമോ? ഇവിടെ നമ്മൾ കെൻ ഐ എന്ന് പറഞ്ഞില്ലേ, ഇത് നമുക്ക് ജസ്റ്റ് ഒരു പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് കുറേ സെൻറ്റൻസസ് ഉണ്ടാക്കാം. കെൻ ഐ എന്നാൽ എനിക്ക് ചെയ്യാമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യട്ടെ എന്നൊരർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കെൻ ഐ സിറ്റ്? എനിക്കിരിക്കാമോ അല്ലെങ്കിൽ ഞാൻ ഇരിക്കട്ടെ. കെൻ ഐ വോക്ക്? ഞാൻ നടക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് നടക്കാമോ. കെൻ ഐ കം? ഞാൻ വരട്ടെ അല്ലെങ്കിൽ എനിക്ക് വരാമോ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യട്ടെ, വരട്ടെ, പോകട്ടെ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാമോ, പോകാമോ, വരാമോ, ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കെൻ ഐ എന്നത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരും. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ വേറെ ഏതെങ്കിലും സൈസുകളൊക്കെ ഉണ്ടോ എന്നാണ് അല്ലേ. ഇതെങ്ങനെ നമ്മൾ ചോദിക്കുക? വാട്ട് അതർ സൈസസ് ഡു യു ഹാവ്? വാട്ട് അതർ സൈസസ് ഡു യു ഹാവ്? ഇതിൻ്റെ വേറെ ഏതൊക്കെ സൈസുകളുണ്ട്? ഇതിൻ്റെ മീഡിയം സൈസ് ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സ്ട്രാ ലാർജ് ഉണ്ട്, സ്മോൾ ഉണ്ട്. നിങ്ങൾക്കിതിൽ ഏത് സൈസാണ് വേണ്ടത്? എനിക്ക് തോന്നുന്നു എനിക്കൊരു മീഡിയം സൈസ് മതിയെന്ന്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു മീഡിയം സൈസ് മതിയെന്ന്. ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? ഐ തിങ്ക് ഐ നീഡ് എ മീഡിയം സൈസ്. ഐ തിങ്ക് ഐ നീഡ് എ മീഡിയം സൈസ്. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം പറയാനായിട്ട്, ഇപ്പോൾ ഇവിടെ സൈസ് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നണു, എനിക്ക് അത്ര അങ്ങോട്ട് ഉറപ്പില്ല എന്ന് പറയാനായിട്ട് നമുക്ക് ഐ തിങ്ക് ഐ നീഡ് എന്ന് യൂസ് ചെയ്യാം. ഐ തിങ്ക് ഐ നീഡ്, ഐ തിങ്ക് ഐ നീഡ് ടു. ഇതൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നു, ആവശ്യമാണെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഐ തിങ്ക് ഐ നീഡ് ടു എന്നത് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നുന്നു, ഐ തിങ്ക് ഐ നീഡ് ടു ഗോ ഹോം. ഐ തിങ്ക് ഐ നീഡ് ടു ഗോ ഹോം. എനിക്ക് പഠിക്കണം എന്ന് തോന്നുന്നു, എനിക്ക് നന്നായിട്ട് കൂടുതൽ പഠിക്കണം എന്ന് തോന്നുന്നു, ഐ തിങ്ക് ഐ നീഡ് ടു സ്റ്റഡി മോർ. ഐ തിങ്ക് ഐ നീഡ് ടു സ്റ്റഡി മോർ. എനിക്ക് ഇംഗ്ലീഷ് പരിശീലിക്കണം എന്ന് തോന്നുന്നു, ഐ തിങ്ക് ഐ നീഡ് ടു പ്രാക്ടീസ് ഇംഗ്ലീഷ്. ഇങ്ങനെ നിങ്ങൾക്ക് ഐ തിങ്ക് ഐ നീഡ് ടു എന്ന പാറ്റേൺ പഠിച്ചു വെച്ചാൽ കുറേ സെൻറ്റൻസസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ. ഷോപ്പ് അസിസ്റ്റൻ്റ് നിങ്ങൾക്കൊരു മീഡിയം സൈസ് എടുത്ത് കാണിക്കുന്നു. ഇതിട്ട് നോക്കണമെന്ന് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. ഹിയർ ഈസ് എ മീഡിയം. ഇതാ മീഡിയം സൈസ്. വുഡ് യു ലൈക്ക് ടു ട്രൈ ഇറ്റ് ഓൺ? നിങ്ങളിത് ട്രൈ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കിത് ഇട്ട് നോക്കണോ? വുഡ് യു ലൈക്ക് ടു ട്രൈ ഇറ്റ് ഓൺ? ഇത് നിങ്ങൾക്ക് ഇട്ട് നോക്കണോ? അതെ, എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഡ്രസ് ട്രൈ ചെയ്യാനുള്ള സ്ഥലം എവിടെയാണ്? വേർ ഈസ് ദ ഫിറ്റിംഗ് റൂം? വേർ ഈസ് ദ ഫിറ്റിംഗ് റൂം? ഫിറ്റിംഗ് റൂം എവിടെയാണ്? ഇറ്റ്സ് ജസ്റ്റ് ഓവർ ദർ. ഇറ്റ്സ് ജസ്റ്റ് ഓവർ ദർ. ദാ അവിടെയാണെന്ന് പറയില്ലേ, ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റുന്നത്. ദാ അവിടെയാണ്, ആ ഭാഗത്താണ് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇറ്റ്സ് ജസ്റ്റ് ഓവർ ദർ എന്ന് യൂസ് ചെയ്യാം. നിങ്ങളത് ഇട്ട് നോക്കി. അപ്പോൾ അത് നല്ല ടൈറ്റാണ്. ഇതിൻ്റെ കുറച്ചുകൂടി ലാർജസ്റ്റ് സൈസിൽ വേണം. ഇതെങ്ങനെ പറയും? ഇതിൻ്റെ ലാർജസ്റ്റ് സൈസിലുണ്ടോ? ഡു യു ഹാവ് ദിസ് ഇൻ എ ലാർജസ്റ്റ് സൈസ്?
ഡു യു ഹാവ് ദിസ് ഇൻ എ ലാർജർ സൈസ്? ഇതിൻ്റെ ലാർജ് സൈസിലുള്ളതുണ്ടോ? നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡു യു ഹാവ് എന്നത് യൂസ് ചെയ്യുന്നത്. ഡു യു ഹാവ് എ പെൻ? നിൻ്റെ കയ്യിൽ പേനയുണ്ടോ? ഡു യു ഹാവ് എ മൊബൈൽ? നിൻ്റെ കയ്യിൽ മൊബൈലുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഡു യു ഹാവ്, നിനക്കുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഡു യു ഹാവ് എന്നത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഉണ്ട്, ആ സംഭവം ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരാം. ലെറ്റ് മീ ഗെറ്റ് ഇറ്റ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടത് എടുത്തു തരാം. ലെറ്റ് മീ, ഞാൻ ചെയ്യട്ടെ, ചെയ്യാം എന്ന് ഒരു അനുവാദം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നൊരു എക്സ്പ്രഷനാണ് ലെറ്റ് മീ എന്നുള്ളത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. ലെറ്റ് മീ സീ, ഞാൻ നോക്കട്ടെ. ലെറ്റ് മീ ഗോ, ഞാൻ പോകട്ടെ. ലെറ്റ് മീ ട്രൈ, ഞാൻ ശ്രമിക്കട്ടെ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ചെയ്യാം എന്നൊക്കെ അനുവാദം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് ലെറ്റ് മീ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ, വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നിങ്ങൾക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചോദിക്കുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ വില എത്രയാണെന്നാണ് അല്ലേ? ഇതിൻ്റെ വില എത്രയാണ് എന്നാലല്ലേ നമുക്കത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇതിൻ്റെ വില എത്രയാണ്? ഹൗ മച്ച് ഈസ് ദിസ്? ഇതിൻ്റെ വില എത്രയാണ്? ഇത് തന്നെ മറ്റൊരു തരത്തിൽ നമുക്ക് ചോദിക്കാം. ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്? ഇതിന് എത്ര വില വരും? ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്? നമ്മൾ മലയാളികൾ എവിടെ പോയാലും ഡിസ്കൗണ്ട് ചോദിച്ചിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് ഡിസ്കൗണ്ട് ചോദിക്കണം. ഈസ് ദെയർ എനി ഡിസ്കൗണ്ട് ഓൺ ദിസ്? ഇതിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. അതെങ്ങനെയാണ്? ക്യാൻ യു ഗിവ് മി എ ഡിസ്കൗണ്ട്? എനിക്ക് ഡിസ്കൗണ്ട് തരാമോ? ക്യാൻ യു ഗിവ് മി എ ഡിസ്കൗണ്ട്? എനിക്ക് ഡിസ്കൗണ്ട് തരാമോ? ഇങ്ങനെ പലതരത്തിലും നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ഈസ് ദിസ് ദ ഫൈനൽ പ്രൈസ്? ഇതാണോ ഫൈനൽ പ്രൈസ്? ഇനി കുറയ്ക്കാൻ പറ്റില്ലേ? ഈസ് ദിസ് ദ ഫൈനൽ പ്രൈസ്? വില കുറച്ച് തരുമോ? ക്യാൻ യു ലോവർ ദ പ്രൈസ്? ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടമായി, നിങ്ങളത് എടുക്കുന്നു. ഓക്കെ, ഐ ടേക്ക് ഇറ്റ്. ഓക്കെ, ഞാനിത് എടുക്കാം, ഇതെനിക്കിഷ്ടമായി. ഐ വിൽ എന്നത് ചുരുക്കി നമുക്ക് പറയാം ഐ ടേക്ക് ഇറ്റ്. ഇത് ഞാൻ എടുക്കാം. അങ്ങനെ നിങ്ങളത് എടുത്തു. ഓക്കെ, നിങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു, ക്യാഷൊക്കെ പേ ചെയ്തു, താങ്ക്സ് ഒക്കെ പറഞ്ഞു തിരിച്ചു പോന്നു. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്കും കോമെൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം അജിത ശിവറാം.